ലൈക്ക് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ആ വീഡിയോസൊക്കെ വന്നതല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാം ഓൾറെഡി. ഞാൻ സർജറി ചെയ്ത് പൂർണ്ണമായ ഒരു പെണ്ണായ മാത്രമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്തിയായിരുന്നു. അതെ. ആഷിക്ക് എന്നെ ഞാൻ എന്താണെന്ന് ആഷിക്ക് നന്നായിട്ട് അറിയാം. ബിഹേവിയറിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. ആഷി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർജറി ചെയ്യണം? ഇല്ല, ഒരിക്കലും ആഷി പറഞ്ഞിട്ടില്ല. ആഷി ഒരിക്കലും എന്നോട് സർജറി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആഷിക്ക് എങ്ങനെയായാലും ഞാൻ ലൈക്ക് ആഷി കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ സർജറി ചെയ്ത് പൂർണ്ണമായ ഒരു പെണ്ണായ മാത്രമാണ് അവൻ്റെ ലൈഫിലേക്ക് അവനെ എടുക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആഷി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ് എൻ്റെ. അതേപോലെ ലൈഫിൽ എവിടെന്നെങ്കിലും ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്യൂസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ മിസ്യൂസ് ഒന്നുമില്ല. എനിക്ക് നല്ല സൗഹൃദങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഭയങ്കര വിഷമമാണ്. നല്ല സൗഹൃദങ്ങൾ ഒരിക്കലും പോകരുത് എന്നുള്ള ചതിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്തിയായിരുന്നു. അതെ. പിന്നെ എനിക്ക് നല്ല സൗഹൃദങ്ങൾ എന്നെ വിട്ട് പോയിട്ടുണ്ട്. എന്താന്ന് റീസൺ ഒന്നും എനിക്കറിയില്ല. നല്ല സൗഹൃദങ്ങൾ എന്നെ വിട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തിരിച്ച് വരുമായിരിക്കും. അത് അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇനി അവരെന്നിൽ നിന്ന് പോയത്? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് എന്താണ് അവർ എന്നിൽ നിന്ന് അവർക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് അവരെന്നെ വിട്ടു പോയതെന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ. എൻ്റെ അടുത്ത് നിന്ന് വല്ല തെറ്റും പറ്റിയിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് വല്ല ബിഹേവിയറിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈവൻ എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് എന്നെ വിട്ട് പോയിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് പോയത് ലൈക്ക് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കിയിട്ട് ലൈക്ക് ആ ഫ്രണ്ട് തിരിച്ചു വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതെ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ ലീഗലി തന്നെ മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലിവിങ് ടുഗദർ ആണ്. മാരേജിന് കുറച്ച് പ്ലാനിങ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പം അടുത്തൊന്നുമില്ല. കുറച്ചുകൂടെ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഗ്രാൻഡായിട്ട് നടത്തണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും അനുഗ്രഹം കൊണ്ട് നടത്തുന്നത്. വീട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? അറിയാമല്ലോ എല്ലാവർക്കും. ഓൾറെഡി വീഡിയോസ് ചെയ്യുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഞങ്ങൾ പറഞ്ഞതിന് മുമ്പേ ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്നുള്ളത്. കാരണം ഓൾറെഡി ആ വീഡിയോസൊക്കെ വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഓൾറെഡി. ഞങ്ങൾ പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പുള്ളിയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു പറഞ്ഞപ്പോൾ? പുള്ളിയുടെ വീട്ടിൽ രണ്ടാളെ വീട്ടിലും എപ്പോഴും എല്ലാവരും സപ്പോർട്ടൊന്നുമല്ല. എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും രണ്ടാളെ വീട്ടിലും ഉണ്ട്. പിന്നെ എല്ലാം റെഡിയാവും എന്നൊരു വിശ്വാസം. ഫാമിലീസിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ അകത്തി നിർത്തിയിട്ടുണ്ടോ? എനിക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മളാരും കൂട്ടത്തിൽ കൂടാതെ ഇരിക്കുക, നമ്മളെ മാറ്റി നിർത്തുക, നമ്മളെ കല്യാണത്തിനൊക്കെ വിളിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ മാറ്റി നിർത്തിയവരൊക്കെ ഇപ്പം ഈ ഒരു നിലയിൽ ബിസിനസ്സാണ്, എല്ലാ കാര്യങ്ങളും വെൽ സെറ്റിൽഡ് ആണ്. അങ്ങനെ എപ്പോഴെങ്കിലും അടുപ്പം കൂടാനായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആണല്ലേ? അവരെല്ലാം കൂടെ നിർത്തിയിട്ട് തന്നെ ഉണ്ടോ? അതോ എനിക്ക് അങ്ങനെ പ്രശ്നം, ഞാൻ അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും പെട്ടെന്ന് ഞാൻ എനിക്ക് അങ്ങനെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും എനിക്കത് അവരോട് പെട്ടെന്ന് അങ്ങ് മാറും. എൻ്റെ നാച്ചർ അങ്ങനെയാണ്. എനിക്കത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതിന് ആവശ്യമില്ലാന്ന് തോന്നി. പിന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തരുതല്ലോ. പക്ഷെ അവർ മനസ്സിലാക്കി വരുന്നത് ഇത്രയും ഹൈറ്റ്സിൽ എത്തിയത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എല്ലാവരും അങ്ങനത്തെ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ കുറിച്ചിട്ട്. പക്ഷെ പലവരും അങ്ങനെയല്ലാന്ന് വിചാരിക്കുന്നു. ഉമ്മയെ വിളിച്ചാൽ ഉമ്മ ഫോൺ എടുക്കുമോ? ഉമ്മ അതേപോലെ ഒരു കല്യാണത്തിന് പോയിരിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ ഉമ്മ ഞാൻ വിളിച്ച വാട്സാപ്പിൽ മെസ്സേജ് പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. ഇപ്പം ആഷിനെ പിടിച്ചു വെച്ചേക്കുവാന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് ഒരാളെയും ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റില്ല. സ്നേഹം എന്ന് പറയുമ്പോൾ അത് രണ്ടുപേർക്കും ഈക്വലി സ്നേഹമായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിടിച്ചു വെക്കുവാണെങ്കിൽ ഇപ്പം കൂടിപ്പോയി ഒരു മാസം അല്ലെങ്കിൽ അതെ, തീർച്ചയായിട്ടും. കാരണം പിടിച്ചു വെക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ എൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വന്നിരിക്കില്ല ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ.
പലപ്പോഴും പലരും പറയാറുണ്ട് ആഷിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആഷിക്ക് ബെറ്റർ ലൈഫ് ഉണ്ട്. ആഷിക്ക് ഞാൻ എന്താണെന്ന് ആഷിക്ക് നന്നായിട്ട് അറിയാം. ആഷിനെ ഞാൻ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആഷി എത്രത്തോളം ഞാൻ ആഷിൽ നിൽക്കുന്നുണ്ടെന്നും ആഷി എന്നിൽ നിൽക്കുന്നു ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരമാണ്. പിന്നെ പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ അങ്ങനെ ഇപ്പൊ കുറെ പേര് തന്നെ പറയൂല ആഷി ജാസി ഇട്ടിട്ട് പോകും എന്ന് ഒക്കെ പറയുമ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ എന്നോ പോകണം ആഷി. കാരണം ഇതിനു മുമ്പ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ എന്നിട്ടും സ്റ്റിൽ ഞങ്ങൾ ഒന്ന് അകന്ന് വീണ്ടും ഞങ്ങൾ ജോയിൻ ആയ വ്യക്തികൾ. അപ്പം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ഉണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും എന്നിട്ട് ലാസ്റ്റ് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആ ഒരു ഇഷ്ടം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ